10ാമത് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ശ്രീനഗറിൽ നടക്കുന്ന യോഗാ ദിനാചരണത്തിൽ പങ്കെടുക്കുകയാണ്. ദാൽ തടാകത്തിന് സമീപം ഷെരി കശ്മീർ ഇന്റർനാഷണൽ കോൺഫറൻസ് സെന്ററിലാണ് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന യോഗാ ദിനാചരണം. വിവരങ്ങൾ നൽകാൻ ഗൗതമുണ്ട്. ഗൗതം, ഈ യോഗാ ദിനാചരണവുമായി ബന്ധപ്പെട്ട പരിപാടി അത് തുടങ്ങാൻ അല്പം താമസം നേരിട്ടുവെങ്കിൽ പോലും അത് ഏതാണ്ട് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് ഗൗതം? ലക്ഷ്മിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഡാൽ തടാകത്തിന്റെ തീരത്തായി നിർമ്മിച്ചിട്ടുള്ള ഈ ഷെരീഫ് ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവിടെ അല്പസമയത്തിനകം യോഗാ ദിനാചരണത്തിലേക്ക് തന്നെ യോഗ അഭ്യാസത്തിലേക്ക് പ്രധാനമന്ത്രി കടക്കും. നമുക്കറിയാം 2015 മുതൽ തന്നെ ഈ ദൃശ്യം ഓരോ ജൂൺ മാസം 21-നും നാം കണ്ടുവരുന്നതാണ്. കാരണം UN ആഹ്വാനത്തിന് വഴിവെച്ചത് തന്നെ പ്രധാനമന്ത്രി 2014 ജൂണിൽ UN നടത്തിയിട്ടുള്ള യോഗയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പ്രസംഗമാണ്. അതേ തുടർന്നാണ് പിന്നീട് UN ആഹ്വാനം അനുസരിച്ചുകൊണ്ട് ഇന്നുൾപ്പെടെ കഴിഞ്ഞ 10 വർഷക്കാലമായി 177 രാഷ്ട്രങ്ങൾ ഭാരതത്തിനൊപ്പം അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന രീതിയിൽ ഈ ദിവസം ആചരിക്കുന്നത്. ഇന്നും അതിൽ മാറ്റമില്ല. ഇപ്പോൾ ശ്രദ്ധാകേന്ദ്രം ശ്രീനഗർ തന്നെയാണ്. നമുക്കറിയാം ജമ്മു കശ്മീരിന്റെ ഒരു പൊതു രാഷ്ട്രീയ സാമൂഹിക സാഹചര്യം മുൻപ് പരിശോധിക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ യോഗാ ദിനമോ അല്ലെങ്കിൽ മറ്റ് പൊതുപരിപാടികളോ കശ്മീരിൽ സംഘടിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ജമ്മു കശ്മീരിന്റെ മാറുന്ന സാമൂഹിക അന്തരീക്ഷത്തിന്റെ പ്രതിഫലനം കൂടിയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ദൃശ്യം എന്ന് തന്നെ വേണം വിശേഷിപ്പിക്കാൻ. എന്തായാലും പ്രധാനമന്ത്രിക്കൊപ്പം നിരവധി ആളുകൾ യോഗയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രധാനമന്ത്രി തന്നെ മുന്നിൽ ഇരുന്നു കൊണ്ട് യോഗയിലെ വിവിധ ആസനങ്ങൾ നേരിട്ട് ചെയ്യുകയും അദ്ദേഹത്തിനൊപ്പം മറ്റുള്ളവർ ചേർന്നുകൊണ്ട് സംയുക്തമായുള്ള യോഗാഭ്യാസമാകും ജമ്മു കശ്മീരിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും ശ്രീനഗർ ഈ തവണ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ്. കാരണം ജമ്മു കശ്മീർ യോഗയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല എല്ലാ അർത്ഥത്തിലും വലിയ തോതിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. പ്രത്യേകിച്ച് കശ്മീരിന്റെ പ്രത്യേക അധികാരം മരവിപ്പിച്ചതിന് ശേഷം ജമ്മു കശ്മീരിൽ വലിയ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത കാലത്ത് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ചരിത്രത്തിലെ ജമ്മു കശ്മീരിന്റെ ചരിത്രത്തിൽ മുൻപ് ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള കനത്ത പോളിംഗ് ആണ് നടന്നത്. മുൻപ് പലപ്പോഴും അവിടെ തെരഞ്ഞെടുപ്പുകൾ ഭീകരശക്തികൾ അട്ടിമറിക്കുകയും പോളിംഗ് കേവലം 5-6% പല മണ്ഡലങ്ങളിലും ഉണ്ടാകാറുള്ളത്. കാരണം 10% പോളിംഗ് പോലും മുൻപ് ജമ്മു കശ്മീരിൽ രേഖപ്പെടുത്താറുണ്ടായിരുന്നില്ല. പക്ഷേ ഇത്തവണ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ 50% മുകളിൽ പോളിംഗ് ശതമാനം എത്തി. അത് ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടിംഗ് ശതമാനമാണ് ജമ്മു കശ്മീരിൽ നമ്മൾ കണ്ടത്. ഇന്നിപ്പോൾ ജമ്മു കശ്മീർ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമായി മാറുന്നു എന്നതും അവിടുത്തെ സാമൂഹികമായ മാറുന്ന അന്തരീക്ഷത്തിന്റെ ദിശാസൂചികയാണ്. പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് ജമ്മു കശ്മീരിലേക്ക് എത്തിയത്. ഇന്നലെ വൈകുന്നേരം അദ്ദേഹം ശ്രീനഗറിൽ എത്തിയിരുന്നു. വിവിധ പൊതുപരിപാടികളിൽ അദ്ദേഹം പങ്കെടുത്തു. 1500 കോടി രൂപയുടെ വികസന പദ്ധതികൾ ജമ്മു കശ്മീരിന് വേണ്ടി സമർപ്പിച്ചു. റോഡ്, റെയിൽ കണക്ടിവിറ്റി, അതോടൊപ്പം തന്നെ കുടിവെള്ള പദ്ധതികൾ, അങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് തുടങ്ങിയവയിലാണ് ഈ 1500 കോടിയുടെ പദ്ധതികൾക്ക് ഇന്നലെ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. ഇത് കൂടാതെയാണ് ഇന്നിപ്പോൾ അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് പ്രധാനമന്ത്രി ശ്രീനഗറിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കുന്നത്. രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലും യോഗ ദിനം വിപുലമായി തന്നെ കൊണ്ടാടുകയാണ്. നേരത്തെ നന്ദഗോപൻ ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. കൊണാട്ട് പ്ലേസ് ഉൾപ്പെടെയുള്ള സ്ഥലത്ത് യോഗാ ദിനാചരണത്തോടനുബന്ധിച്ചുള്ള പൊതുപരിപാടികൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടാതെ മറ്റ് സംസ്ഥാനങ്ങൾ, രാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളുടെയും തലസ്ഥാന നഗരികളിൽ നടക്കുന്ന പരിപാടികളിലാണ് വിവിധ മുഖ്യമന്ത്രിമാരും ഗവർണർമാരും പങ്കെടുക്കുന്നത്. ഉത്തർപ്രദേശ് തലസ്ഥാനമായ ലക്നൌവിൽ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടക്കുന്നു. യോഗിക്കൊപ്പം ഉത്തർപ്രദേശ് ഗവർണർ ആനന്ദീബെൻ പട്ടേലും പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം വിവിധ സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാർ യോഗാ ദിനത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഉത്തരാഖണ്ഡിലെ ഹരിദ്വാറിൽ യോഗ ഗുരു ബാബ രാംദേവിന്റെ നേതൃത്വത്തിൽ യോഗാ ദിനാചരണം നടക്കുകയാണ്. എല്ലാ വർഷവും ജൂൺ 21-ന് വലിയ ജനക്കൂട്ടം, വലിയ തിരക്ക് ഈ ഹരിദ്വാറിലെ പതഞ്ജലി ആശ്രമത്തിൽ ഉണ്ടാകാറുണ്ട്. കാരണം യോഗയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രസിദ്ധമാണ് ഗുരു ബാബ രാംദേവും. അതോടൊപ്പം തന്നെ അദ്ദേഹം
മുന്നോട്ട് വെക്കുന്ന യോഗയും ഒക്കെ തന്നെ. അതിനാൽ ഇത്തവണയും ഹരിദ്വാറിൽ വലിയ തിരക്ക് ഈ പതഞ്ജലിയിൽ ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ജമ്മു കശ്മീരിൽ ഇപ്പോൾ പ്രധാനമന്ത്രിക്കൊപ്പം യോഗ ചെയ്യുന്നതിനായി നിരവധി ആളുകൾ എത്തിയിരിക്കുന്നു. അതിൽ പ്രായമുള്ളവർ മുതൽ യുവാക്കൾ, യുവതി എല്ലാവരും ഉണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ യോഗാഭ്യാസം ആരംഭിക്കും. അതിനുശേഷം അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്യുകയും ചെയ്യും. അത് ലോകത്തിന് മുഴുവനുള്ളൊരു സന്ദേശമായി മാറുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നുണ്ടല്ലോ ഗൗതം. പ്രത്യേകിച്ച് ഈ ജമ്മു കശ്മീരിന്റെ കാര്യം ഗൗതം സൂചിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല നമ്മുടെ പ്രധാനമന്ത്രി വാക്കുകൾ മാത്രമല്ല പ്രവൃത്തിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്ന് നമ്മൾ നേരത്തെ പറയുകയുണ്ടായി. ഈ യുവാക്കളുടെ ശക്തിയിൽ അദ്ദേഹം വലിയ രീതിയിൽ വിശ്വാസം അർപ്പിക്കുന്നു. രാജ്യത്തിന് നമ്മുടെ പ്രത്യേകതയുള്ള ഡെമോഗ്രഫിയെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും പറയുന്നതാണ്. പ്രത്യേകിച്ച് ജമ്മു കശ്മീരിലെ യുവതിക്ക് ഈ ഒരു വലിയൊരു മാറ്റം വരുന്ന ഈ വേളയിൽ യോഗാഭ്യാസം കൂടി അവർക്ക് എത്രത്തോളം പ്രചോദനമാകും, പോസിറ്റിവിറ്റി നൽകും എന്നുള്ളൊരു സാഹചര്യത്തിലായിരിക്കുമല്ലോ അല്ലേ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കൂടി ഇഷ്ടപ്രകാരം നിർദ്ദേശപ്രകാരം ജമ്മു കശ്മീരിലെ ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്നലെ തന്നെ നമുക്കറിയാം എംപവറിംഗ് യൂത്ത് ട്രാൻസ്ഫോമിംഗ് ജമ്മു ആൻഡ് കശ്മീർ എന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഇന്നും. അത് ഇന്നലെ തന്നെ അദ്ദേഹം സ്റ്റാളുകളൊക്കെ സന്ദർശിച്ചു. ജമ്മു കശ്മീരിലെ യുവാക്കളുമായി നേരിട്ട് അദ്ദേഹം സംവദിച്ചു. മാത്രമല്ല സർക്കാർ സർവീസിൽ നിയമിതരായവർക്കുള്ള നിയമന കത്തുകളൊക്കെ അദ്ദേഹം വിതരണം ചെയ്യുന്ന അങ്ങനെ ഒരുപക്ഷെ യുവാക്കൾക്ക് വലിയ രീതിയിൽ പ്രചോദനമാകുന്ന പരിപാടികളാണ് ഇന്നലെ ഇന്നുമായി അദ്ദേഹം പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. വികസന പദ്ധതികൾ വേറെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുന്നു. ലക്ഷ്മി, അത് തന്നെയാണ്. അതായത് ജമ്മു കശ്മീരിൽ പ്രത്യേകിച്ച് പുതിയ തലമുറയെ സംബന്ധിച്ച് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട സ്വാതന്ത്ര്യം ജമ്മു കാശ്മീരിന്റെ മണ്ണിൽ ഇപ്പോൾ ലഭിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. തലയിൽ തട്ടമിട്ട ധാരാളം മുസ്ലിം പെൺകുട്ടികൾ പ്രധാനമന്ത്രിക്കൊപ്പം യോഗ ചെയ്യുന്നതിനായി ഇരിക്കുന്നുണ്ട്. വളരെ ശ്രദ്ധേയമാകുന്ന ദൃശ്യങ്ങളാണത്. ഒപ്പം ജമ്മു കാശ്മീരിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ പരിവർത്തനത്തിന്റെ സൂചനയാണ് ഈ ദൃശ്യങ്ങൾ സമൂഹത്തിന് നൽകുന്നത്. കാരണം മുൻപ് തല മൂടിക്കെട്ടാതെ പുറത്തിറങ്ങാൻ മുസ്ലിം സ്ത്രീകൾക്ക് ജമ്മു കശ്മീരിൽ കഴിയുമായിരുന്നില്ല. കാരണം അത്രത്തോളം ഇസ്ലാമിക ഭീകരത അത്രത്തോളം വേരുറപ്പിച്ച ഒരു പ്രദേശമായിരുന്നു ജമ്മു കശ്മീർ. ഒരുപക്ഷെ പാകിസ്ഥാന് സമാനമായോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിലും പല ആഫ്രിക്കൻ രാജ്യങ്ങളിലുമൊക്കെ ഇസ്ലാമിസ്റ്റുകൾ നടപ്പാക്കുന്ന അതേ ഭീകരതയുടെ സ്വഭാവം ജമ്മു കശ്മീരിന്റെ മണ്ണിലും അവിടെ മുസ്ലിം സമൂഹത്തിന് മേൽ തന്നെ ഭീകരശക്തികൾ അടിച്ചേൽപ്പിച്ചിരുന്നു. അടുത്ത കാലത്ത് തന്നെ ജമ്മു കശ്മീരിൽ പല പെൺകുട്ടികളും തുറന്നു പറഞ്ഞിരുന്ന കാര്യം, മുൻപ് ആർട്ടിക്കിൾ 370 മരവിപ്പിക്കുന്നതിന് മുൻപ് ഞങ്ങൾക്ക് ഒരു ബൈക്ക് ഓടിച്ചുകൊണ്ട്, ഒരു ബുള്ളറ്റ് ഓടിച്ചുകൊണ്ട് ഒരു പെൺകുട്ടിക്ക് കശ്മീരിലൂടെ സഞ്ചരിക്കാൻ കഴിയുമായിരുന്നില്ല. അല്ലെങ്കിൽ ദേഹം മുഴുവൻ മറച്ചു പിടിക്കാതെ, മുഖം ഉൾപ്പെടെ മൂടിക്കെട്ടാതെ പെൺകുട്ടികൾക്ക് നിരത്തിലിറങ്ങാൻ കഴിയുമായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നോക്കൂ, വലിയ മാറ്റത്തിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. തലയിൽ തട്ടമിട്ട് മുസ്ലിം പെൺകുട്ടികൾ തന്നെ പ്രധാനമന്ത്രിക്കൊപ്പം യോഗ ചെയ്യുന്നതിനായി വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സ്ത്രീ ശാക്തീകരണത്തിന്റെ പുത്തൻ ഉദാഹരണമായി ജമ്മു കശ്മീരിന്റെ മണ്ണ് മാറുന്നു എന്നതുകൂടി നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കേണ്ടതുണ്ട്. കാരണം നേരത്തെ പൊതുനിരത്തിൽ മുഖം മൂടാതെ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമുള്ള ഒരു പ്രദേശത്താണ് യോഗാ ദിനാചരണത്തിനായി പ്രധാനമന്ത്രിക്കൊപ്പം പങ്കെടുക്കുന്നതിനായി കൊച്ചു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ എത്തുന്നത്. സ്വാഭാവികമായും ഇത് ഭീകര ശക്തികൾക്കും മറ്റും നൽകുന്ന വലിയൊരു സന്ദേശം കൂടിയാണ്. കാരണം യോഗ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നു. ഭാരതത്തിലെ മുഴുവൻ ജനങ്ങളെയും ലോകത്തെയും ഒരുമിപ്പിക്കുന്നതിന് വേണ്ടി ഭാരതം നൽകുന്ന മഹത്തായ സംഭാവനയാണ്. ആ ഒരുമിപ്പിക്കലിനെതിരെയാണ് എല്ലാ കാലഘട്ടങ്ങളിലും ഭീകരശക്തികൾ ഇറങ്ങിത്തിരിക്കുന്നത്. ഭീകരശക്തികൾ എന്നും മനുഷ്യനെ വിഭജിക്കുകയും മനുഷ്യന്റെ ഉള്ളിൽ വലിയ തോതിലുള്ള വിധ്വംസനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അത്തരം ശക്തികൾക്ക് ഒരു കാലത്ത് വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹം ശ്രീനഗറിൽ എത്തുമ്പോൾ അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമാണ്. ഏതാണ്ട് 32 വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ശ്രീനഗറിൽ സമാനമായ രീതിയിൽ മറ്റൊരു പരിപാടി നടത്തിയിരുന്നു. അന്ന് ഭാരതത്തിന്റെ ത്രിവർണ്ണ പതാക ജമ്മു കാശ്മീരിൽ ഉയർത്തിയാൽ ആ ഉയർത്തുന്ന ആളുകളെ ഇല്ലാതാക്കുമെന്നതായിരുന്നു അന്ന് കശ്മീരിലെ മുസ്ലിം തീവ്രവാദികളുടെ പ്രഖ്യാപനം. ഏതാണ്ട് 80കളുടെ അവസാനത്തിൽ കശ്മീരിൽ വലിയ തോതിൽ ഭീകരവാദ പ്രവർത്തനം ആടിയ ആ കാലഘട്ടത്തിൽ ഭാരതത്തിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണെന്ന് ഏകതാ യാത്ര നടന്നത്. കന്യാകുമാരിയിലെ സ്വാമി വിവേകാനന്ദൻ തപസ് അനുഷ്ഠിച്ച ആ കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ നിന്നും 1991 ഡിസംബർ മാസം 11-ാം തീയതി ആരംഭിച്ച ഏകതാ യാത്ര, ആ യാത്രയ്ക്ക് നേതൃത്വം പ്രധാനമന്ത്രി സംസാരിച്ചു തുടങ്ങിയിരിക്കുകയാണ്. തത്സമയത്തിലേക്ക് कश्मीर में आने का सौभाग्य मिला है। कश्मीर और श्रीनगर का ये वातावरण, ये ऊर्जा और अनुभूति, योग से हमें जो शक्ति मिलती है, श्रीनगर में हम उसे महसूस कर रहे हैं।
मैं देश के सभी लोगों को, दुनिया के कोने कोने में योग कर रहे लोगों को कश्मीर की धरती से योग दिवस की बधाई देता हूं। साथियों, इंटरनेशनल योगा डे 10 वर्ष की ऐतिहासिक यात्रा पूरी कर चुका है। 2014 में मैंने यूनाइटेड नेशंस में इंटरनेशनल योगा डे का प्रस्ताव रखा था। भारत के इस प्रस्ताव का 177 देशों ने 177 समर्थन किया था और ये अपने आप में एक रिकॉर्ड था। तब से योग दिवस लगातार नए रिकॉर्ड बनाता जा रहा है। 2015 में दिल्ली में कर्तव्य पथ पर 35,000 लोगों ने एक साथ योग किया। ये भी एक विश्व रिकॉर्ड था। पिछले साल मुझे अमेरिका में यूएन हेडक्वार्टर्स में योग दिवस के आयोजन का नेतृत्व करने का अवसर मिला था। इसमें भी 130 से ज्यादा देशों के लोगों ने भाग लिया था। योग की ये यात्रा अनवरत जारी है। भारत में आयुष विभाग ने योग प्रैक्टिशनर्स के लिए योगा सर्टिफिकेशन बोर्ड बनाया है। मुझे खुशी है कि आज देश में 100 से ज्यादा बड़े संस्थानों को इस बोर्ड से मान्यता मिल चुकी है। विदेश के 10 बड़े संस्थानों ने भी भारत के इस बोर्ड से मान्यता प्राप्त की है। साथियों, आज पूरी दुनिया में योग करने वालों की संख्या निरंतर बढ़ रही है। योग के प्रति आकर्षण भी बढ़ रहा है। योग की उपयोगिता के संबंध में भी जन सामान्य कन्विंस हो रहा है। मैं विश्व में हर जगह जितने भी ग्लोबल लीडर से मिलता हूं, जहां भी जाता हूं, शायद ही कोई एक आध मिल जाएगा जो मेरे से योग की बात न की हो। दुनिया के सभी वरिष्ठ नेता जब भी मौका मिलता है मेरे से योग की चर्चा जरूर करते हैं और बड़ी जिज्ञासा से सवाल पूछते हैं। दुनिया के कितने ही देशों में योग डेली लाइफ का हिस्सा बन रहा है। मुझे याद है मैंने 2015 में तुर्कमेनिस्तान में योग सेंटर का उद्घाटन किया था। आज वहां योग बेहद पॉपुलर हो चुका है। तुर्कमेनिस्तान की स्टेट मेडिकल यूनिवर्सिटी में भी योग थेरेपी को शामिल किया गया है। सऊदी अरब ने तो योग को अपने एजुकेशन सिस्टम में भी शामिल किया है। मंगोलिया में भी मंगोलियन योग फाउंडेशन के तहत कई योग स्कूल चलाए जा रहे हैं। यूरोपियन देशों में भी योग का चलन तेजी से बढ़ा है। जर्मनी में आज करीब 1.5 करोड़ लोग योग प्रैक्टिशनर बन चुके हैं। आपको ध्यान होगा इसी साल भारत में फ्रांस की 101 साल की एक महिला योग टीचर को पद्मश्री अवार्ड दिया गया था। वो कभी भारत नहीं आई थी, लेकिन उन्होंने योग प्रचार के लिए अपना पूरा जीवन समर्पित कर दिया है। आज विश्व के बड़े बड़े इंस्टीट्यूशंस और यूनिवर्सिटीज में योग पर रिसर्च हो रहे हैं, रिसर्च पेपर पब्लिश हो रहे हैं। साथियों, बीते 10 वर्षों में योग का ये जो विस्तार हुआ है, उससे योग से जुड़ी धारणाएं बदली हैं।
योग अब सीमित दायरे से बाहर निकल रहा है। आज दुनिया एक नई योग इकोनॉमी को आगे बढ़ने में देख रही है। आप देखिए, भारत में ऋषिकेश, काशी से लेकर केरला तक योग टूरिज्म का नया ट्रेंड देखने को मिल रहा है। दुनिया भर से टूरिस्ट इसलिए भारत आ रहे हैं क्योंकि उन्हें भारत में ऑथेंटिक योग सीख रहा है। आज योग रिट्रीट बन रहे हैं, योगा रिसोर्ट बन रहे हैं, एयरपोर्ट में, होटल्स में योग के लिए डेडिकेटेड फैसिलिटीज बनाई जा रही है। मार्केट में योग के लिए डिजाइन परिधान, एपरल्स, इक्विपमेंट आ रहे हैं। लोग अब अपनी फिटनेस के लिए पर्सनल योग ट्रेनर्स भी रख रहे हैं। कंपनियां भी एम्प्लॉय वेलनेस इनिशिएटिव के तौर पर योग और माइंडफुलनेस प्रोग्राम शुरू कर रही है। इन सब ने युवाओं के लिए नए अवसर बनाए हैं, युवाओं के लिए रोजगार के मौके बनाए हैं। फ्रेंड, द थीम ऑफ दिस ईयर्स इंटरनेशनल डे ऑफ योगा इज योगा फॉर सेल्फ एंड सोसाइटी। The world is looking at yoga as a powerful agent of global good. Yoga helps us live in the present moment without baggage of the past. It connects us with ourselves and our deepest feelings. It brings about oneness of the mind, body and soul. Yoga helps us realize that our welfare is related to the welfare of the world around us. When we are peaceful within, we can also make a positive impact on the world. साथियों, योग केवल एक विद्या नहीं है, बल्कि एक विज्ञान भी है। आज सूचना क्रांति के इस दौर में हर ओर सूचना संसाधनों की बाढ़ है। ऐसे में मानव मस्तिष्क के लिए एक विषय पर फोकस कर पाना एक बड़ी चुनौती साबित हो रहा है। इसका भी निदान हमें योग से मिलता है। हम जानते हैं, एकाग्रता मानव मन की सबसे बड़ी ताकत है। योग ध्यान के जरिए हमारा ये सामर्थ्य भी निखरता है। इसलिए आज आर्मी से लेकर स्पोर्ट्स तक में योग को शामिल किया जा रहा है। स्पेस प्रोग्रेस में भी जो एस्ट्रोनॉट को ट्रेनिंग दी जाती है, उन्हें भी योग और ध्यान की ट्रेनिंग दी जाती है। इससे प्रोडक्टिविटी भी बढ़ती है, सहन शक्ति भी बढ़ती है। आजकल तो कई जेलों में कैदियों को भी योग कराया जा रहा है ताकि वो सकारात्मक विचारों पर अपने मन को केंद्रित कर सके। यानी योग समाज में सकारात्मक बदलाव के नए रास्ते बना रहा है। साथियों, मुझे विश्वास है योग की ये प्रेरणा हमारे सकारात्मक प्रयासों को ऊर्जा देती रहेगी। साथियों, आज थोड़ा विलंब हुआ क्योंकि वर्षा ने कुछ बाधाएं पैदा की, लेकिन कल से मैं देख रहा हूं पूरे जम्मू कश्मीर में, श्रीनगर में योग के प्रति जो आकर्षण बना है, जिस उमंग और उत्साह के साथ लोग योग के साथ जुड़ने के लिए आतुर हैं, ये अपने आप में जम्मू कश्मीर के टूरिज्म को भी एक नई ताकत देने का अवसर बन गया है। मैं आज इस कार्यक्रम के बाद ऐसे जो योग से जुड़े लोग हैं उनको मिलकर के ही जाऊंगा। बारिश के कारण मैं इस खंड में आज इस कार्यक्रम को करना पड़ रहा है, लेकिन मैं मानता हूं कि
जम्मू कश्मीर में 50-60 हजार लोगों का योगा कार्यक्रम में जुड़ना, ये बहुत बड़ी बात है। और इसलिए मैं जम्मू कश्मीर के लोगों को बहुत बहुत बधाई देता हूं। इसी के साथ आप सभी को एक बार फिर योग दिवस की बहुत बहुत बधाई। पूरे विश्व के योग प्रेमियों को मेरी बहुत बहुत शुभकामनाएं। बहुत बहुत धन्यवाद।